പരിശുദ്ധമായ നോമ്പിലെ 6-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം 12-ാമത്തെ അധ്യായം 8 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. Here Jesus speaks words that demand a decision. ഈശോ പറയുകയാണ്, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. നോമ്പുകാലം അത്ര സുഖകരമായ ഒരു സമയമല്ല. ചില യാഥാർത്ഥ്യങ്ങളെ, സത്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ട സമയമാണിത്. സത്യം ഇതാണ് ഇവിടെ. ക്രിസ്തുവിനോടുള്ള നിഷ്പക്ഷത ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല. ഒന്നുകിൽ നാം അവനോടൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ അവനിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യണം. അവിടെയുമല്ല ഇവിടെയുമല്ല എന്ന അവസ്ഥ അത്ര ശ്ലാഘനീയമല്ല. ഈശോ പഠിപ്പിക്കുക, മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും. ഈ വാക്കുകൾ വളരെ ശക്തമാണ്, ഗൗരവമേറിയതാണ്. കാരണം വിലക്കുകൾ ശാശ്വതമാണ്. ഇവിടെ തള്ളിപ്പറച്ചിൽ എന്നതുകൊണ്ട് വാക്കുകളിലൂടെ മാത്രമുള്ള തള്ളിപ്പറച്ചിലല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. നാം ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടിടത്ത് ഈ ലോകത്തിൻ്റെ ഭയം മൂലം മൗനം പാലിക്കുമ്പോൾ അത് ക്രിസ്തു നിഷേധമാണ്. നമ്മുടെ ധാർമ്മിക ബോധ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നാം ഈശോയെ നിഷേധിക്കുകയാണ്. നമ്മുടെ ജീവിത ശൈലി വിശ്വാസത്തിന് വിരുദ്ധമാകുമ്പോൾ നാം ഈശോയെ നിഷേധിക്കുകയാണ്. ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കെ വിമർശനങ്ങളെ ഒഴിവാക്കാൻ എത്രയോ പ്രാവശ്യം ഞാൻ എൻ്റെ സ്വത്വം, ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയേക്കാൾ എത്രയോ പ്രാവശ്യം നാം മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം തേടി പോകാറുണ്ട്. നമ്മുടെ സ്വത്വം നഷ്ടപ്പെടുത്തിയ എത്രയോ എത്രയോ സാഹചര്യങ്ങൾ. ഈ സുവിശേഷം ചലഞ്ചിങ് ആണെങ്കിൽ തന്നെയും ഈശോ ഇവിടെ ഒരു വാഗ്ദാനം നൽകുകയാണ്. ഈശോ പറയുകയാണ്, എന്താണ് പറയേണ്ടത് എന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. നാം ബലഹീനരാണെന്ന് അനുഭവപ്പെടുമ്പോൾ, ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾ നമ്മളെ തളർത്തുമ്പോൾ, സമ്മർദ്ദങ്ങളും ഭാരങ്ങളും ഏറി വരുമ്പോൾ ദൈവം തന്നെ നമ്മോടൊപ്പം നിലകൊള്ളും. എൻ്റെ വ്യക്തിത്വത്തിൽ നിന്നോ കഴിവുകളിൽ നിന്നോ അല്ല ഞാൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം സംഭരിക്കുന്നത്. പിന്നെയോ അത് ദൈവകൃപയിലൂടെ ലഭ്യമാകുന്ന ഒന്നാണ്. ഓർക്കുക, ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് പരസ്യമായി അപമാനിക്കപ്പെട്ടതും നിരസിക്കപ്പെട്ടതും ക്രൂശിക്കപ്പെട്ടതും. വേദനകളുടെയും സഹനങ്ങളുടെയും മൂർധന്യതയിൽ കുരിശിൻ്റെ ഭാരമേറിയപ്പോഴൊക്കെ അവൻ നമ്മെ തള്ളിപ്പറഞ്ഞില്ല, തള്ളിപ്പറയുകയുമില്ല. ഈ നോമ്പുകാലത്ത് ഈശോ ചോദിക്കുകയാണ്, നീ എന്നോടൊപ്പം നിൽക്കുമോ? ദേവാലയത്തിന് അകത്തു മാത്രമല്ല പുറത്തും എന്നെ ഏറ്റുപറയുവാനുള്ള ആത്മധൈര്യം, ചങ്കൂറ്റം അത് നിനക്കുണ്ടോ? ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്കപ്പുറം ധൈര്യവും ഭയത്തിനപ്പുറം വിശ്വസ്തതയും എല്ലാറ്റിനുമുപരി ക്രിസ്തുവിനെയും തിരഞ്ഞെടുക്കാം. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.